കൺമുന്നിൽ കിട്ടുന്ന ഏതൊരു വ്യക്തിയെയും മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെതായ വരുതിക്ക് വരുത്താൻ കെൽപ്പുള്ള ഒരു വില്ലൻ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ തല കീഴായി കെട്ടിത്തൂക്കിയിട്ട ഒരു മനുഷ്യനെ കാണിക്കും. അയാളുടെ ദേഹത്ത് നിന്നും ഇറ്റിറ്റി വീഴുന്ന രക്തം ഒരു ബക്കറ്റിലേക്ക് ശേഖരിച്ചുകൊണ്ട് അതിനെ പല കുപ്പികളിലേക്ക് മാറ്റി ഒടുവിൽ അയാൾ ഇരുട്ടിലൂടെ നടന്നു ചെന്ന് കയറുന്നത് റെയിൽവേ ട്രാക്കിന് താഴെയുള്ള വലിയ മതിലിന് മുന്നിലാണ്. അവിടെ നിന്ന് ആ രക്തം കൊണ്ട് അയാൾ ആ ചുവരിൽ ഒരു ചിത്രം വരയ്ക്കും. അതിൻ്റെ ഒപ്പം ഒരു വാക്യവും എഴുതി ചേർക്കും. ശേഷം കുപ്പിയിലുള്ള ആ രക്തമെല്ലാം തീർന്ന ഒരു ബോട്ടിലിൽ എന്തോ ചില വാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അയാൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ അത് ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയും ചെയ്യും. അതേസമയം നമ്മുടെ നായകനാകട്ടെ കുറ്റവാളികളെ കണ്ട് താനും ജീവിതത്തിൽ ഇനി ഒരു കുറ്റവാളി ആയി പോകുമോ എന്നുള്ള ഭീതിയോടുകൂടി നടക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി അയാൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ജീവിക്കുന്നത്. തൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സാഹചര്യം അങ്ങനെയാണ്. റിട്ടയർഡ് ആയിരിക്കുന്നെങ്കിലും അയാൾ ഒരു ഗംഭീര അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. പഴയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഗംഭീര പുലിയായിരുന്നു. പക്ഷേ സാഹചര്യം അയാളെ ഇങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഈ രണ്ടുപേരും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരിലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? യഥാർത്ഥ കൊലയാളി ആരാണ്? ഇതുപോലുള്ള വലിയ വലിയ ചോദ്യങ്ങൾ ഈ സിനിമയിൽ ഇങ്ങനെ ബാക്കി നിർത്തും. സ്പൂൺ ഫീഡ് ചെയ്യാത്ത വളരെ സ്ലോ ബേൺഡ് ആയിട്ടുള്ള ഒരു ഗംഭീര ത്രില്ലർ മൂവിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾ സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കാണാൻ മതി എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയ്ക്ക് നല്ല സ്ലോ ആണ്. പക്ഷേ സ്ലോ ആണെങ്കിലും കണ്ടന്റിന്റെ പവർ അത് വേറെ ലെവലാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സിനിമയുടെ പേര് ബോർഡർ ടൗൺ ദ മ്യൂറൽ മർഡേഴ്സ് എന്നാണ്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. സോ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും